ഹൈ വേബ്സ്, വെൽക്കം ബാക്ക്. മെമ്മറി ലെറ്ററിന്റെ തേർഡ് എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മുടെ ഓണർ ലേഡി സോങ്ങിനെ കണ്ട് ഭയങ്കരമായിട്ട് അലറി വിളിക്കുന്നേ കണ്ടാണല്ലോ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തില് അക്സോൺ അന്വേഷിച്ച് ബുക്ക് സ്റ്റോറിലേക്ക് ക്യോ വരുന്നുണ്ട്. ഓണറാണ് പറയുന്നത് അവൻ ഇവിടെ ഇല്ല, ഇന്ന സ്ഥലത്തേക്ക് പോയേക്കുവാണെന്ന്. അവിടെ നമ്മുടെ ചെക്കനാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാർ പെട്ടെന്ന് ഓഫായി പോകുന്നത്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല, പക്ഷെ കാർ ഓണാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നേരെ ഓണർ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ക്യോ അവിടെ നിൽക്കുന്നുണ്ട്. ഈ നടന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യോ, ഒരു മെക്കാനിക്കിനെ കണ്ടുപിടിക്കാൻ നോക്ക്, അല്ല നീ എവിടെയാണെന്ന് ചോദിക്കാണ്. നമ്മുടെ ചെക്കനാണെങ്കിൽ ഉള്ളത് ഏതോ ഒരു കാട്ടുമുക്കില്. കോള് കട്ട് ചെയ്തിട്ടാണ് അക്സോൺ പോയ സ്ഥലം ഓണറ് ക്യോക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ അക്സോൺ ആരുടെ അടുത്തോ ഹെൽപ്പ് ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോണ്ട് ക്യോ അവിടെ വന്നേക്കുന്നു. നീ എങ്ങോട്ടേക്കാ പോയിക്കൊണ്ടിരുന്നത് എന്ന് ക്യോ ചോദിക്കുന്നുണ്ട്. ഞാനൊരു റൈറ്ററെ കാണാൻ വേണ്ടി പോയായിരുന്നു, കുറച്ച് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് അക്സോൺ. ശരി, ഓക്കെ, എന്നാ പിന്നെ എന്റെ കാര്യം കയറി ഞാൻ കൊണ്ടുവിടാന്ന് ക്യോ. എന്താ കാര്യം ചോദിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം നിനക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി, അതത്ര മതി എന്ന് പറഞ്ഞ് ക്യോ അവനെ കൂട്ടിയിട്ട് പോവാൻ നിൽക്കുവാണ്. ആ സമയത്താണ് അക്സോണിന്റെ ഫോണിലേക്ക് നമ്മുടെ ഓണറെ വിളിക്കുന്നത്. ഞാൻ എന്നിട്ട് റൂമിൽ പോയപ്പം നിന്റെ റൂമിൽ നിന്ന് പൈപ്പ് ലീക്കായിട്ട് വെള്ളം പോകുന്നതെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് നോക്കുമ്പോന്ന് പറഞ്ഞ് എന്തോ പറയുന്നുണ്ട്, പക്ഷെ എന്തോ പറയുന്നതെന്ന് നമ്മളെ കേൾക്കുന്നില്ല. അക്സോൺ ആണെങ്കിൽ ആപ്പടെ ഷോക്കായിട്ട് നേരെ ക്യോന്റെ കാറിൽ ആ സ്ഥലത്തേക്ക് വന്നിറങ്ങുന്നുണ്ട്. അവിടെ നമ്മുടെ ഓണറാണെങ്കിൽ ആപ്പടെ പേടിച്ച കണക്ക് ഒരു സഞ്ചി നോക്കിക്കൊണ്ട് വരുവാണ്. എന്താ പറ്റിയെന്ന് ഇവൻ ചോദിക്കുമ്പം ഭയങ്കരമായിട്ട് പേടിച്ച കണക്ക് ഞാനങ്ങനെ നിന്റെ റൂമിലെ വെള്ളം വരുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ഇട്ടിട്ട് പോയി നോക്കിയപ്പം അവിടെയെന്ന് പറഞ്ഞ് പറയുന്നതാണെങ്കിൽ നിന്റെ ബുക്ക് മൊത്തം നനഞ്ഞോ എന്ന്. പെട്ടെന്ന് പോയിട്ട് ഉണക്കാനാണ് പറയുന്നത്. നമ്മുടെ ചെക്കനപ്പം മിറർ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം മിറർ, ഓ അതിനെ കൊണ്ട് നിനക്ക് ശല്യമാണോ? ശരി, ഓക്കെ, ഞാനിപ്പോൾ തന്നെ അതെടുത്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞ് മേലേക്ക് കയറി പോകാൻ നിൽക്കുവാണ്. വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് പിടിച്ചെറുത്തിയിട്ട് നമ്മുടെ ചെക്കൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി നോക്കുന്നുണ്ട്. സോങ്ങിന്റെ പേര് വിളിച്ച് നേരെ പോയിട്ട് അവിടെ മിററിൽ നോക്കുമ്പം സോങ് അവിടെയുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, ആൻറ്റി എന്നെ കണ്ടിട്ടില്ലെന്ന് സോങ്. അപ്പോഴാണ് എന്താ നടന്നത് എന്ന് നമ്മളെ കാണിക്കുന്നത്. ആൻറ്റി അവിടെ വന്ന് ബുക്സ് ഒക്കെ എടുത്തു വെച്ച് നോക്കിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കി ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നല്ലോ. അത് വേറെ ഒന്നല്ല, കറി കുവിയതൊക്കെ ആൻറ്റീൻ്റെ മുഖത്ത് കുറച്ച് ചുളുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 20,000 കൊടുത്തത് വേസ്റ്റ് ആയി പോയല്ലോ, ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞ് അപ്പം തന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് സോങ്ങിന് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇപ്പം നമ്മുടെ അക്സോണിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ പേടിക്കുന്ന വേണ്ട, ആൻറ്റി എന്നെ കണ്ടിട്ടില്ലെന്ന്. രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല ആൻറ്റിക്ക് എന്തുകൊണ്ടാണ് അവനെ കാണാൻ പറ്റാത്തത് എന്ന്. തന്നെ ആൻറ്റി കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ച് സോങ് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ നമ്മുടെ അക്സോൺ കുറച്ച് വറീഡായിട്ടാണ് നിൽക്കുന്ന കണ്ടിട്ട്. ഹാപ്പിയൊക്കെയാണ്, പക്ഷെ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം നിന്നെ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാണ് അക്സോൺ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നീ എൻ്റെ ഇമാജിനേഷൻ മാത്രമാണെങ്കിലോ എന്നും ചോദിച്ചുകൊണ്ടാണ് അക്സോൺ നിൽക്കുന്നത്. സോങ് ആ മിററിലേക്ക് കൈവച്ചിട്ട് അക്സോനോടും കൈവെക്കാൻ പറയുന്നു. അക്സോനും കൈവെക്കുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് സോങ് ചോദിക്കാണ് നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. ഞാൻ ഉണ്ടെന്ന് നിനക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഉറപ്പില്ലെന്ന് അക്സോൺ. പക്ഷേ നിന്റെ ഫാമ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് സോങ് പറയാണ്. അപ്പോൾ നമ്മുടെ അക്സോൺ അവൻ്റെ മറ്റേ കൈയും കൂടെ എടുത്ത് മിററിലേക്ക് വെക്കുന്നുണ്ട്. സോങ്ങും അതേപോലെ തന്നെ വെക്കുന്നുണ്ട്. കുറച്ചുകൂടെ അങ്ങനെ ഫീൽ ചെയ്ത് നിൽക്കുന്നു. ഒരുമാതിരി കിസ് ചെയ്യുന്ന കണക്ക് കുറച്ച് അടുത്തേക്ക് വരുന്നുണ്ട്. സോങ്ങും കുറച്ചും കൂടെ അടുത്ത് നിന്ന് അങ്ങനെ നോക്കി എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടോന്ന്. കണ്ണു പറഞ്ഞ് അതേ ഫീൽ ചെയ്യുന്നുണ്ട്, നിന്റെ കൈ നല്ല വാമാണെന്ന് അക്സോൺ. അടുത്ത സീനിൽ അക്സോൺ റൂം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് ആ മിററിൽ ചാരി തന്നെ നമ്മുടെ ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ട്. ന്യൂസിലാണെങ്കിൽ ഈ മീറ്റിയോ ഷവറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ മാസം 2 ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇനി അടുത്തത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മിസ്സാക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസിൽ പറയുന്നത്. കൊള്ളാലോ, അവിടെ ഇപ്പം മീറ്റിയോ ഷവർ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ചെക്കൻ നിൽക്കുമ്പം അതേ ഉണ്ട്, നീ അന്ന് വന്നില്ലായിരുന്നോ? അന്നും ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ചെക്കൻ. ഓ, അപ്പം അതൊരു മിറാക്കിളായിരുന്നല്ലേ. ഇനിയൊരു മിറാക്കിൾ സംഭവിച്ച് നമുക്ക് ശരിക്കും കാണാൻ പറ്റുമായിരുന്നെങ്കിലോ എന്ന് സോങ് പറയുമ്പം നടക്കാത്ത കാര്യത്തിന് ഹോപ്പ് തരാതെ എന്ന് പറഞ്ഞാണ് അക്സോ നിൽക്കുന്നത്. ഹോപ്പ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്ന് സോങ്. പക്ഷേ നടക്കാത്ത കാര്യത്തിന് ഹോപ്പ് എന്ന് പറയാൻ പറ്റൂ. അതിനെയാണ് മിറാക്കിൾ എന്ന് വിളിക്കുന്നത്. ദിവസവും എണീറ്റ് നിന്നെ കാണുന്നത് എനിക്ക് ശരിക്കൊരു മിറാക്കിൾ പോലെയാണെന്നാണ് നമ്മുടെ ചെക്കൻ പറയുന്നത്. സോങ് അങ്ങനെ പറയുമ്പം അക്സോൺ തനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞതിന്റെ മീനിങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കൻ ഭയങ്കരമായിട്ട് അങ്ങ് ചെയ്യാവുന്നുണ്ട്. ആ റൈറ്ററിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് എന്ന് അക്സോൺ. എന്നിട്ട് നീ അങ്ങനെ കണ്ടോന്ന് സോങ്. കണ്ടില്ല, കാണാൻ പോയതായിരുന്നു, പക്ഷേ കാറ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് ഞാൻ അവിടെ എവിടെയെങ്കിലും തന്നെ കിടക്കേണ്ട അവസ്ഥയായിരുന്നു എന്ന് അക്സോൺ. എന്നിട്ട് നീ എന്താ എൻ്റെ അടുത്ത് നേരത്തെ പറയാത്തേന്ന് കുറച്ച് വറീഡായിട്ട് സോങ് ചോദിക്കുമ്പം നേരത്തെ പറഞ്ഞില്ലേ എന്തോ ഇപ്പോൾ കുഴപ്പം, ഞാൻ എന്തായാലും സേഫായിട്ട് ഇങ്ങ് വന്നില്ലേ എന്ന് അക്സോൺ. ശരി, നീ എങ്ങനെ ഇവിടെ വന്നത്? ഈ ക്യൂ ആണ് കൊണ്ടുവിട്ടത്. ആള് വളരെ കൈൻഡാണ്, ആളില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അവിടെ തന്നെ കിടക്കേണ്ട വന്നേനെ. ഇങ്ങനെ ക്യോനെ കുറിച്ച് വലിയ കാര്യമായിട്ട്
അക്സോൺ പറയുമ്പം അവിടെ നമ്മുടെ സോങ്ങിനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. ആള് ജലസാവാണ്. അതാരാണെന്ന് ചോദിക്കുമ്പം അത് നമ്മുടെ ബുക്ക് സ്റ്റോറിൽ ദിവസവും വരുന്നൊരു കസ്റ്റമറാണ്. ആള് വന്ന ഏതായാലും നന്നായി, ഭയങ്കര കൈൻഡാണ്. നാളെ എന്നെയും കൊണ്ട് ആ റൈറ്ററെ കാണാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോവാന്ന് ഇങ്ങോട്ട് പറഞ്ഞു എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് അക്സോൺ പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഇത് കേൾക്കുന്ന സോങ്ങിനെ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. അവന് സോങ് അക്സോണിന്റെ വോളിലായിരുന്നെങ്കിൽ അവനിപ്പം അക്സോണെയും കൂട്ടിയിട്ട് പോവായിരുന്നല്ലോ. അതാലോചിച്ചിട്ടായിരിക്കണം വിഷമിക്കുന്നത്. ഇപ്പൊ ക്യൂ കൂട്ടിയിട്ട് പോകുന്നുണ്ടല്ലോ. പക്ഷെ അക്സോൺ ആണെങ്കിൽ ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് സോങ്ങിന് വിഷമം വന്ന് ഞാൻ പോയി കുളിച്ചിട്ടിരാന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. ഇവനെന്തിനെ വിഷമിക്കുന്നേന്ന് അക്സോണിനാണെങ്കിൽ ഒട്ടും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അക്സോൺ കുളിച്ചിട്ടൊക്കെ വന്ന് നോക്കുമ്പം ഓൾറെഡി സോങ് കടന്നിട്ടുണ്ട്. തിരിഞ്ഞടക്കുവാണ്. ശരി ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ച് ആളവിടുന്ന് മാറിപ്പോന്നുണ്ട്. ശരിക്കും സോങ് ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. കണ്ണു പറഞ്ഞ് വിഷമിച്ച് കിടക്കുവാണ്. അക്സോൺ നേരെ പോയിട്ട് ഒരു സ്റ്റിക്കി നോട്ടിൽ സ്വീറ്റ് ഡ്രീംസ് ഒന്ന് എഴുതിയിട്ട് ആ മിററിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. പിറ്റേന്ന് സാറിനെ കണ്ടിട്ട് അക്സോൺ തിരിച്ചിറങ്ങി വരുമ്പം അവിടെ ക്യോ ഓൾറെഡി അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എന്ത് പറ്റി? സാറിന് ക്ലാസ് എടുക്കാൻ ലേറ്റ് ആയോ? അതൊന്നല്ല, ഒരു ടോപ്പിക്കിനെ കുറിച്ച് എങ്ങനെയാണ് സെന്റൻസ് എഴുതണ്ടേന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു എന്ന് അക്സോൺ. നിനക്കറിയായിരുന്നു എന്നാ ഞാൻ വിചാരിച്ചത് എന്ന് ക്യോ പറയുന്നേന്. ഒരുപാട് വായിക്കുന്നേ കൊണ്ട് ചൂസ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെടാണെന്ന് നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്. ചൂസ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. അങ്ങനെ ഒപ്പീനിയൻ കിട്ടുന്നത് നല്ലതാണ്. ശരി, ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെന്റൻസ് ഏതാന്ന് പറയാന്ന് അക്സോൺ ചോദിക്കുന്നുണ്ട്. ഓസ്കർ വൈൽഡിന്റെ ലവിനെ കുറിച്ചുള്ള ആ ഒരു കോട്ട് ഉണ്ടല്ലോ, മറ്റേ ഗാർഡൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഇവന് കഴിഞ്ഞ ദിവസം പറഞ്ഞു കൊടുത്തേ, അതേ കോട്ട് തന്നെയാണ് ക്യോ പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പം മേ ബി ആ ഒരു ഫീൽ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും കുറച്ച് ഫീൽ ചെയ്ത് തന്നെ ക്യോ പറയുന്നുണ്ട്. ഓഹോ, ആരാണ് നിങ്ങളുടെ ഹാർട്ട് ബ്രോക്കൺ ആക്കിയത് എന്ന് നമ്മുടെ ചെക്കൻ. ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ അവസാനം അയാളെ നഷ്ടപ്പെട്ടു എന്ന് കുറച്ച് ഫീൽ ചെയ്ത് ക്യോ പറയുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ പാസ്റ്റ് ലൈഫിൽ അറിയായിരുന്നു എന്നും ക്യോ നമ്മുടെ ചെക്കനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും, പക്ഷേ നമ്മുടെ ചെക്കൻ സോങ്ങിനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് തന്നെ എന്ത് വേണേലും ഇമാജിൻ ചെയ്യാമല്ലോ, നോ പ്രോബ്ലം. ക്യോ തിരിച്ച് അക്സോണിൻ്റെ അടുത്ത് ചോദിക്കുമ്പം നമ്മുടെ സോങ്ങിനെ കുറിച്ചാണ് ആലോചിച്ച് നോക്കുന്നത്. അതേ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒരിക്കലും കിട്ടാത്ത ആളാണെന്ന് നമ്മുടെ ചെക്കൻ. അങ്ങനെ രണ്ടുപേരും കൂടെ ഇവർ അന്വേഷിച്ചു പോയ ആ പിക്കറിന്റെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ പോയിട്ട് നോക്കുമ്പം ആ ബിൽഡിങ് റിനോവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അകത്തു പോവാന്ന് പറഞ്ഞ് ക്യോ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു സ്കൂട്ടറിൽ ഒരു ലേഡി വരുന്നത്. ആരെയാ നോക്കുന്നേ ലേഡി? ആന്റി, നിങ്ങൾക്ക് ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ ഓണർ അറിയാവോന്ന് അക്സോൺ ചോദിക്കുമ്പോഴേക്കും ആന്റി കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ ആന്റി എന്ന് അക്സോൺ വിളിച്ചത് ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആന്റി ഒന്നല്ല, എനിക്ക് പേരക്കുട്ടികളൊന്നും ആയിട്ടില്ലെന്നും പറഞ്ഞ് ആന്റി. കാര്യം മനസ്സിലാക്കുന്ന ക്യോ ബുദ്ധിപരമായിട്ട് ആന്റീൻ്റെ അടുത്ത് ബ്യൂട്ടിഫുൾ ലേഡി, പ്രിട്ടി എന്നൊക്കെ വിളിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിന്റെ ഓണർ അറിയാവോ എന്ന് ചോദിക്കുമ്പം അവൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവനും ഗുഡ് ലുക്കിംഗ് ആണെന്ന് കോംപ്ലിമെന്റ് ചെയ്ത് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് കോംപ്ലിമെന്റ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത്, ഇവിടുത്തെ ഓണറെ എനിക്കറിയാം, പക്ഷെ ആളെനിക്ക് ഈ സ്ഥലം തന്നതിന് ശേഷം ഇവിടുന്ന് പോയി ബാങ്കോക്കിലേക്ക് മൂവ് ചെയ്തു എന്ന് പറയുവാണ്. ആളുടെ പേര് വിറ്റോൺ എന്നാണ്. ബാങ്കോക്കിലേക്കാണ് മൂവ് ചെയ്തത്. ഏതായിരുന്നു സ്ഥലം? ആ, സോയില് ഇന്ന സ്ട്രീറ്റില് 40 എന്നാ പറയുവാണ്. ഹൗ, എന്തായാലും അഡ്രസ്സ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ച് നമ്മുടെ ചെക്കനെ ആശ്വസിക്കുമ്പോഴേക്കും ആന്റി ആണെങ്കിൽ 40 അല്ല 41, അതുമല്ല 47. അയ്യോ, കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്ന് പറയുവാണ്. കുറച്ച് വിഷമാവുന്നുണ്ടെങ്കിലും എന്തായാലും ഇത്രയെങ്കിലും അറിഞ്ഞല്ലോ എന്നുള്ള സമാധാനത്തില് താങ്ക് യു ആന്റി എന്ന് പിന്നെ പറയുന്നുണ്ട്. പിന്നെ ആന്റിനെ നോട്ടം കാണുമ്പം പ്രിട്ടി ലേഡിന്ന് മാറ്റി വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് അക്സോണിന് ഒരു കോൾ വരുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. അക്സോണിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഓപ്പറേഷൻ റൂമിലാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കോള്. ഇവന് അച്ഛനെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ക്യോ ആണ് കൊണ്ടുവിടുന്നത്. നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അച്ഛനോട് കഴിഞ്ഞ പ്രാവശ്യം വഴക്കിട്ടതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് റൂമിലേക്ക് കയറാൻ കുറച്ച് മടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാലും കയറുന്നുണ്ട്. പിന്നെ ആലോചിക്കുന്നുണ്ട്, സീരീസിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ടേക്ക് ഞാൻ ഇനി വരത്തില്ല, വരുന്നതിനെക്കാട്ടും മരിക്കുന്നതാണ് നല്ലത് എന്ന്. ആ ഒരു കാര്യം ആലോചിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. അച്ഛന് വയറിലൊരു ബ്ലീഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഓപ്പറേഷൻ ചെയ്തത്. ഇവൻ കയ്യിലേക്ക് പിടിക്കുമ്പം അച്ഛൻ എണീക്കുന്നുണ്ട്. നീ എന്തെങ്കിലും വന്നത്, ഞാൻ ഇതിലേക്ക് മരിച്ചിട്ടില്ലെന്ന് അച്ഛൻ. ഓൾമോസ്റ്റ് മരിക്കേണ്ടതായിരുന്നല്ലോ എന്ന് നമ്മുടെ ചെക്കൻ. അച്ഛനിപ്പം ഈ ഒരു മരിക്കാറായ സമയത്താണ് നമ്മുടെ ചെക്കനെ മനസ്സിലായതെന്ന് തോന്നുന്നു. നീ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതും നീ ഒരു ലിറ്ററേച്ചർ പഠിക്കുന്ന എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നിന്റെ അമ്മനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലായിരുന്നു എന്ന് അച്ഛൻ കുറച്ച് വിഷമത്തിലാ പറയുന്നുണ്ട്. അച്ഛൻ അവനിൽ വിശ്വാസമാണെന്നും പറയുന്നുണ്ട്. ഇതിപ്പോ മരിക്കാൻ പോകുന്ന സമയത്താണ് അച്ഛന് മനസ്സിലായത് എന്ന് നമ്മുടെ ചെക്കൻ. നീ എൻ്റെ ഫ്രണ്ടിനെ ഓർമ്മിപ്പിച്ചു എന്ന് അച്ഛൻ പറയുമ്പം അച്ഛൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടോ എന്നാണ് നമ്മുടെ ചെക്കൻ ചോദിക്കുന്നത്. ഉണ്ട്, ഒരുപാട് കാലമായിട്ട് കോണ്ടാക്ട് ഇല്ലായിരുന്നു എന്ന് അച്ഛൻ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഫ്രണ്ടിനെ ഇങ്ങോട്ട് വിളിക്കുക, അതുകൊണ്ട് അച്ഛനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ എന്ന് അച്ഛൻ പറയാണ്. അപ്പം നീ വീട്ടിലേക്ക് വരുന്നില്ലാലേ എന്ന് അച്ഛൻ.
ആദ്യം അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് നോക്കട്ടെ, അതിനുശേഷം നോക്കാന്ന് നമ്മുടെ ചെക്കൻ. ആ സമയത്ത് അച്ഛൻ ഉള്ളിൽ തന്നെ നമ്മുടെ ചെക്കൻ്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയപ്പോഴേ തന്നെ നമുക്ക് മനസ്സിലായതാണ് അച്ഛൻ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട് എന്ന്. അല്ലെങ്കിലും പണ്ട് ഇവർ രണ്ട് നല്ല കമ്പനി ആയിരുന്നു എന്ന് അക്സോൺ നമ്മുടെ സോങ്ങിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നുണ്ട്. അച്ഛൻ ആദ്യം കണ്ടപ്പോഴേ തന്നെ ആളത്ര മോശപ്പെട്ട ആളൊന്നല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആർക്കെങ്കിലും ഒരേ മൈൻഡ് ഉണ്ടോ നോക്കാം. ഫോണിൽ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നമ്മുടെ സോങ് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ പിന്നെ നോക്കുമ്പം കാണുന്നില്ല. അതുകൊണ്ട് എന്നെ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് അവൻ പോകുന്നുണ്ട്. പക്ഷെ ഒറിജിനലി നമ്മുടെ സോങ്ങിനെ എപ്പോഴും ഒരാളവിടെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ റൂമിലേക്ക് വരുന്ന സോങ് ഇപ്പോഴാണ് ആ മിററിന്റെ മേലെ നമ്മുടെ സെക്കൻ സ്വീറ്റ് ഡ്രീംസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മെസ്സേജ് കാണുന്നത്. അത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. പക്ഷെ അക്സോൺ ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര വിഷമത്തില് അവിടെ ഇരിക്കുന്നുണ്ട്. ഏകദേശം 2 ദിവസം കഴിഞ്ഞു. ഇന്നാണ് ആ മീറ്റേഴ്സ് ഉള്ളതും. അതും കൂടെ ആലോചിച്ചാണ് വിഷമിച്ചിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അക്സോൺ വീട്ടിലേക്ക് വരുന്നുണ്ട്. വന്ന് ആ ഒരു സ്റ്റിക്കി നോട്ട് എടുത്ത് നോക്കുമ്പം അതിൽ നമ്മുടെ സെക്കൻ ഐ മിസ് യു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നീ വന്നു എന്ന് ചോദിച്ചാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് സോങ് വരുന്നത്. വന്നു അല്ല ഇതെന്താണെന്നുള്ള രീതിക്ക് നമ്മുടെ ചെക്കൻ കാണിച്ച് ചോദിക്കുമ്പം സോങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങനെ ഷയ്യാവാണ്. ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ട്. ആളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഷയ്യാവുന്ന കാണുമ്പം നമ്മുടെ ചെക്കനെ ഹാപ്പി. ഞാനും നിന്നെ മിസ് ചെയ്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിന്റെ ലോകത്ത് ഇന്നലെ മീറ്റേഴ്സ് ഉള്ളത്, നീ അത് കാണുമ്പം ഒന്ന് റെക്കോർഡ് ചെയ്യണേ, എനിക്കും കൂടെ കാണണമെന്ന് സോങ്. അതിന് ഞാനിതിനെ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഒരുമിച്ച് തന്നെ കാണാലോ എന്ന് ചോദിച്ചാണ് അവിടെ അക്സോൺ നിൽക്കുന്നത്. അങ്ങനെ അടുത്ത സീനിൽ നോക്കുമ്പം അക്സോൺ ആ ഒരു മിററും എടുത്ത് മേലെ റൂഫ് ടോപ്പിൽ പോയിരിക്കുകയാണ്. അതാകുമ്പോൾ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് തന്നെ വീഡിയോസ് കാണാമല്ലോ. നമ്മൾ സംസാരിച്ചാണൊക്കെ നടക്കുന്നത് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാണ് അക്സോൺ നിൽക്കുന്നത്. ഈ ഒരു മീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യം പറ്റുന്ന എനിക്ക് തോന്നില്ലെന്നും പറഞ്ഞ് സോങ് എനിക്കും തോന്നില്ല. എന്തായാലും നമ്മളിങ്ങനെ ഇരിക്കുമ്പം ഒരുമിച്ചുള്ള പോലെ തന്നെയാണ് തോന്നുന്നത്. ഇതന്നെ നല്ലതാണെന്നും പറഞ്ഞാണ് അക്സോൺ. ഞാൻ പ്രോമിസ് ചെയ്യാണ് നിന്റെ കൂടെ അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് വേണേലും ഞാൻ ചെയ്യുമെന്നും പറഞ്ഞാണ് സോങ് നിൽക്കുന്നത്. വെറുതെ പറ്റാത്ത പ്രോമിസ് ഒന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞ് അക്സോൺ. ഈ മീറ്റേഴ്സ് കഴിയുമ്പോഴേക്കും നീ ഡിസപ്പിയർ ആവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാണ് അക്സോൺ നിൽക്കുന്നത്. ഇങ്ങനൊരു മീറ്റേഴ്സിനാണല്ലോ അവരെ കണ്ടതും. അതുപോലെ ഒന്നും കൂടെ സംഭവിച്ചാല് കാണാതെ പോകാനും ചാൻസ് കൂടുതലാണല്ലോ. സോങ് പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞാൻ കാണാതെ പോകത്തില്ലെന്ന്. ചിരിച്ചോണ്ട് പ്രോമിസ് ചെയ്യുന്ന അക്സോൺ. പ്രോമിസ് എന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കനെ കൈ നീട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പ്രോമിസ് ചെയ്യുന്ന കണക്ക് വിചാരിക്കാൻ പറഞ്ഞാൽ കൈ കൊണ്ട് ചെയ്യുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് രണ്ടുപേരും പരസ്പരം ഫീൽ ചെയ്താണ് അവിടെ ഇരിക്കുന്നത്. അവർ രണ്ടും ആ ഒരു മിററില്ലാതെ ഒരുമിച്ചിരിക്കുന്ന കണക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു മീറ്റേഴ്സ് കഴിയുമ്പം ഒരു മിറാക്കിൾ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതാണെങ്കിൽ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ സോങ് വല്ലതും ഡിസപ്പിയർ ആയിട്ടുണ്ടെങ്കിൽ എന്താക്കും ഒരു പിടുത്തമില്ല. എനിവേഴ്സ് ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഇനി ഒരു 3 എപ്പിസോഡും കൂടി ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണേലും നടക്കാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.